മഴ തോരും മുമ്പേൽ അലീന തിരിച്ചു വരുമെന്ന മുന്നറിയിപ്പുമായി നമ്മുടെ മനു. അങ്ങനെ മനു ആണെങ്കിൽ കടപ്പാട്ടൂർ വീട്ടിൽ വന്നു കയറുന്ന സമയം മുതൽ വൈജയന്തി ഓരോ വാക്കുകൾ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും ഒടുവിൽ വൈജയന്തി മനുവിൻ്റെ കയ്യിൽ നിന്നും കണക്കിന് വാങ്ങുകയും ചെയ്യുന്നൊരു കാഴ്ച കാണാൻ കഴിയും. അല്ല മനു, ഇത് കുറേ നാളായല്ലോ കണ്ടിട്ട്, ഈ വഴിയൊക്കെ മറന്നുപോയോ എന്ന് ചോദിക്കുന്നത് കാണാം. അല്ലെങ്കിലും നിനക്ക് ഇഷ്ടപ്പെട്ട ആളുണ്ടെങ്കിലല്ലേ നീ നിരന്തരം വരുമായിരുന്നുള്ളൂ എന്നും ചോദിക്കുന്നത് കാണാം. അപ്പോൾ മനു പറയുന്നുണ്ട്, അതായത് ആൻറ്റിയുടെ ചോദ്യത്തിനുള്ള അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി. അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ, ആൻറ്റി ഒരുപാട് മനസ്സിലാക്കാനുണ്ട് എന്ന് പറയുന്നത് കാണാം. അതായത് ആൻറ്റി എന്നെക്കൊണ്ടിപ്പോൾ എല്ലാം കൂടെ പറയിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് എല്ലാവരും ആൻറ്റിയോട് ഇത്രയധികം വെറുപ്പും വിദ്വേഷവും കാണിക്കുന്നത് എന്ന് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ വൈജയന്തി പറയുന്നുണ്ട്, എനിക്കറിയാം, അവർക്കൊക്കെ അലീനയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ആ നാശം പിടിച്ചവൾ പോയില്ലേ, അതിൻ്റെ ദേഷ്യമാണ് അവർ എന്നോട് കാണിക്കുന്നത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ മനു പറയുന്നുണ്ട്, അത് ആൻറ്റിയുടെ വെറും തെറ്റിദ്ധാരണയാണ്, വെറും തോന്നലാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മനു പറയാണ്. അലീന പോയത് കൊണ്ടൊന്നുമല്ല എന്ന് പറയുന്നു, അതിന് ഒരു കാരണമുണ്ടെന്നും പറയുന്നു. ഇത്രയും വിവരമുള്ള ആൻറ്റി അത് കണ്ടെത്താനായിട്ട് ശ്രമിച്ചില്ലേ എന്ന് ചോദിക്കുന്നു. കൂടാതെ തന്നെ ആൻറ്റിയുടെ സഹോദരങ്ങളും എന്തിനാണ് ഇതിന് കുടപിടിക്കുന്നതെന്ന് ചോദിക്കുന്നു. ആൻറ്റിയുടെ അമ്മ വരെ എന്താണ് ആൻറ്റിയോട് പറഞ്ഞതെന്ന് അറിയില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണെങ്കിൽ വൈജയന്തി പറയുന്നുണ്ട്, അവർക്കൊക്കെ ബാലചന്ദ്രനെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് എന്ന് പറയുന്നത് കാണാട്ടോ. അപ്പോഴാണെങ്കിൽ നമ്മുടെ മനു പറയുന്നുണ്ട്, ആൻറ്റി അതുതന്നെയാണ് ആൻറ്റിയുടെ പോരായ്മയും. ആൻറ്റി ഓരോ കാര്യങ്ങൾ സ്വയമേ വിശ്വസിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. സത്യത്തിൻ്റെ കണ്ണാടി വെച്ച് ആൻറ്റി ഇതുവരെയും നോക്കിയിട്ടില്ല എന്ന് പറയുന്നൊരു കാഴ്ചയും കാണാൻ സാധിക്കും. സത്യത്തിൻ്റെ കണ്ണാടി വെച്ച് നോക്കിയിരുന്നെങ്കിൽ യാതൊരു പ്രശ്നവും ഇപ്പോൾ ആൻറ്റിയുടെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറയുന്നതും കാണാം. എന്തായാലും ഞാൻ ആൻറ്റിയോട് ഒരു കാര്യം പറയാം. ആൻറ്റി അലീന പോയെന്ന് കരുതി അധികം സന്തോഷിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവൾ ഇവിടേക്ക് തിരികെ വരാനുള്ളതാണ്. അവളെ അങ്ങനെ ആൻറ്റിക്കും ഈ കുടുംബത്തിലുള്ളവർക്കും ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ്. തീർച്ചയായും അവൾ തിരികെ വന്നിരിക്കുമെന്ന് മനു വൈജയന്തിയുടെ മുഖത്ത് നോക്കി പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം നീ എന്താ മനു എന്തൊക്കെയോ അർത്ഥം വെച്ച് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അർത്ഥമൊക്കെ ആൻറ്റിക്ക് അധികം വൈകാതെ തന്നെ മനസ്സിലാകും. ഇത്രയും കാത്തിരുന്നില്ലേ, അധികം വൈകാതെ എല്ലാം പുറത്തേക്ക് വരുമെന്ന് മനു പറയുന്നതും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, കൂട്ടുകാരെ.